السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. يا سيد السادات جئتك قاصدا അർജോ റുളാക വഅഹ്തമി ബിഹിമാക. സർവാദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പവിത്രമായ ഇസ്ലാമിൻ്റെ പ്രബോധന ചരിത്രത്തെയും ആനുകാലിക സാഹചര്യത്തിൽ ലഭ്യമായിട്ടുള്ള വികാസങ്ങളെയും സമകാലിക ഇസ്ലാമിക വൈജ്ഞാനിക ദഅവാ രംഗത്ത് നമ്മുടെ പണ്ഡിത സാദാത്തുക്കൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സേവനങ്ങളെയും അടുത്തറിയുകയും അനിവാര്യമായ സഹകരണങ്ങളോടെ ഭാഗം ചേർന്ന് ഇരുലോക വിജയത്തിൻ്റെ വക്താക്കളായി മാറാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധമായ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. അതിൻ്റെ നിയമങ്ങളും വ്യവസ്ഥിതികളുമെല്ലാം ആധികാരികമായി നിർണയിക്കുകയും പ്രദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അള്ളാഹുവാണ്. ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ മതത്തെ അതാതു കാലഘട്ടങ്ങളിലെ മനുഷ്യരുടെ ബുദ്ധിവികാസത്തിനും ആലോചനാ വ്യുൽപ്പത്തിക്കും സാഹചര്യങ്ങൾക്കും അനുസൃതമായി പ്രബോധനം ചെയ്യുവാൻ വിശുദ്ധരായ പ്രവാചകന്മാരെ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. മാനവികതയുടെ ജീവിത വഴികളിൽ കടന്നു വന്ന തലമുറകളിൽ മുഴുവൻ ഓരോ പ്രവാചകന്മാരിലൂടെ അതതു കാലത്തെ ദൗത്യം അതാതു കാലത്തെ സമൂഹത്തിലേക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം അല്ലാഹു തആല എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങുന്ന പ്രവാചക പരമ്പര ഓരോ കാലഘട്ടത്തെയും ജനവിഭാഗങ്ങളെയും അഭിമുഖീകരിച്ച് അതിൻ്റെ പൂർത്തീകരണം നിർവഹിക്കേണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമയിൽ എത്തിച്ചേരുകയാണ്. ലോകമാകമാനം മോചനത്തിൻ്റെയും നേർവഴിയുടെയും സംഗീതം കേൾപ്പിക്കുവാൻ, മനുഷ്യ വർഗത്തിന് മുഴുവനും സ്വർഗസ്ഥരാകുവാനുള്ള നിയമവ്യവസ്ഥിതികളെ പഠിപ്പിച്ചു കൊടുക്കുവാൻ, ലോകത്തെ മുഴുവനും നന്മയുടെ പാന്താവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ അവസാനത്തെ പ്രവാചകരായി അവസാനത്തെ വേദത്തിൻ്റെ അവതരണവുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയുക്തരായി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിൻ്റെ പ്രകാശം ലോകമാകമാനം സ്വീകരിക്കുകയും ഇന്നിതാ പരിശുദ്ധമായ ഇസ്ലാമിനെ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൻ്റെ അളവിലും അർത്ഥത്തിലും അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പവിത്രമായ ഇസ്ലാമിനെ അതിൻ്റെ അളവിലും അർത്ഥത്തിലും തോതിലും ആശയത്തിലും ഇന്നിവിടെ പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് യാത്രയായത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം, ഇനി അങ്ങോട്ട് വരുന്ന ആയിരക്കണക്കിന് വർഷത്തെ ജനങ്ങളെ നേരിൻ്റെയും നെറിയുടെയും ന്യായത്തിൻ്റെയും നീതിയുടെയും സത്യത്തിൻ്റെയും മതത്തിൻ്റെയും വഴിയിലേക്ക് മാടി വിളിക്കേണ്ടതുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാഥാർത്ഥ്യത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലുള്ളാഹി വ ഖാതമൻ നബിയീൻ. എനിക്കു ശേഷം ഇനിയൊരു പ്രവാചകൻ ഇവിടെ വരാനില്ല. അവസാനത്തെ നബിയാണു ഞാൻ. കേവലമായ ഇനിയൊരു പ്രവാചകനെ മുന്നറിയിപ്പ് നൽകിയിട്ടല്ല ഞാൻ ഇവിടെ നിന്ന് യാത്രയാകുന്നത്. കഴിഞ്ഞകാല പ്രവാചകന്മാരെല്ലാം ഇനി വരാനുള്ള ഒരു നബിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ലോക ജനതയ്ക്ക് മുമ്പിൽ മുഴുവനും സത്യത്തിൻ്റെയും നേരിൻ്റെയും പാന്താവുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രവാചകനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഇന്നലത്തെ പ്രവാചകന്മാർ മുഴുവൻ യാത്രയായത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി ഒരു നബിയും ഇവിടെ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നൂറ്റാണ്ടുകൾ കടന്ന് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം
പരിശുദ്ധമായ ഇസ്ലാമിന്റെ കൃത്യമായ വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ ഇനി ആരെയാണ് ഏൽപ്പിക്കേണ്ടത്? അന്ത്യനാളിലെ അവസാനത്തെ ശിശുവിന് വരെ സ്വീകരിക്കേണ്ട വിശുദ്ധമായ ഇസ്ലാമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതിനെ ഏറ്റെടുക്കുകയും ലോകത്തിന്റെ തലത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ആരാണ്? മഹാന്മാരായ സ്വഹാബ കിറാമിനെ വിളിച്ചു ചേർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ. ഇവിടെ സന്നിഹിതരായ ആളുകൾ എത്തിച്ചേരാത്ത ആളുകളിലേക്ക്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന വഴികൾ കടന്നു ചെന്നിട്ടില്ലാത്ത ദേശത്തേക്ക്, ഇപ്പോൾ സന്നിഹിതരല്ലാത്ത വരും തലമുറകളിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ പകർന്നു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. മഹാന്മാരായ സ്വഹാബത്ത് ശിരസ വഹിക്കുവാൻ തീരുമാനിച്ചു. അവരുടെ വാഹനങ്ങൾ ഏതു ദിക്കിലേക്കാണോ തിരിഞ്ഞു നിന്നത്, ആ തിരിഞ്ഞു നിന്ന ദിക്കിലേക്ക് അവർ ഇസ്ലാമിക പ്രചാരണത്തിന്റെ വഴിയിൽ സഞ്ചാരികളായി മാറി. ദേശത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഭൂഖണ്ഡങ്ങളുടെയും വ്യതിയാനങ്ങൾ അവർ മറന്നു. ലോകത്തിന്റെ ഓരോ ദിക്കുമുക്കിലേക്കും പരിശുദ്ധമായ ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാനും മാനവികതയിൽ മതത്തിന്റെ അസ്ഥിവാരങ്ങളെ അടയാളപ്പെടുത്താനും ഇലാഹി ദർശനത്തിന്റെ നിയാമക വൃത്തത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശിഷ്യന്മാർ ലോകത്തിന്റെ ദിക്കുകളിലേക്ക് സഞ്ചരിച്ചു. മക്കയിലും മദീനയിലും മറമാടപ്പെട്ടിരിക്കുന്ന സ്വഹാബികളുടെ എണ്ണം പരിശോധിച്ചാൽ തിരുസവിധത്തിൽ ഇരുന്നതിൽ നിന്ന് വളരെ ന്യൂനപക്ഷം മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും ലോകത്തിന്റെ ദിക്കുകളിൽ ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ വേണ്ടി സഞ്ചാരികളായി കടന്നുപോയവരാണ്. അങ്ങനെ ഇസ്ലാമിന്റെ വെളിച്ചം ലോകത്തിന്റെ ഓരോ മുക്കുകളിലും എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തു തന്നെ ഇസ്ലാമിന്റെ പ്രഭാവെളിച്ചത്തെ നെഞ്ചേറ്റുവാനും സ്വീകരിക്കുവാനും നിയോഗം കിട്ടിയ രാജ്യമാണ് നമ്മുടേത്. പ്രത്യേകിച്ചു പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തു തന്നെ പ്രവാചക ശിഷ്യന്മാരായ സ്വഹാബികളുടെ പാദസ്പർശം കൊണ്ട് പുളകമണിഞ്ഞ ഭൂമിയാണ് നമ്മുടെ കേരളം. മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം ഭൂരിപക്ഷവും ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിലൂടെ മഹാന്മാരായ സൂഫി സയൻസുകളിലൂടെയാണ് ഇസ്ലാമിക പ്രചരണത്തിന്റെ വഴികൾ വ്യാപകമായി കടന്നു വന്നത്. അതിന് സൂഫികളുടേതായ ആത്മീയ മാർഗങ്ങളാണ് പ്രചാരണത്തിന്റെ വേലയായി സ്വീകരിച്ചിട്ടുള്ളതും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ നിന്ന് തികഞ്ഞ വൈജ്ഞാനിക പ്രഭുക്കളായ പ്രവാചക ശിഷ്യന്മാർ അവരുടെ എല്ലാ കഴിവുകളെയും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ കടന്നു വരുമ്പോ കേരളത്തിന്റെ മണ്ണിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇസ്ലാം സ്വീകരിക്കുവാൻ ആളുകൾ ഉണ്ടായി. അങ്ങനെ തുടങ്ങുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ നിന്നുള്ള ഇസ്ലാമിക ദഅവത്തിന്റെ കഥ. കേരളത്തിലുള്ള ആളുകൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഇവിടെയുള്ള രാജാക്കന്മാർ വരെ അവിടേക്ക് പോയി തിരുസവിധത്തിൽ ഇസ്ലാം ആശ്ലേഷിക്കുകയും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആലിംഗനം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ആദർശത്തിന്റെ മഹാമേരുവിലേക്ക് ചേരുകയും ചെയ്തു എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മഹാന്മാരായ സ്വഹാബികളിലൂടെ ഇസ്ലാം സ്വീകരിക്കുവാനും ഇസ്ലാമിന്റെ വെളിച്ചം ഏറ്റുവാങ്ങുവാനും നിയോഗം കിട്ടിയ കേരളത്തിലെ ഭാഗ്യവാന്മാരായ ആളുകൾ ഓരോ കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തെ ആവശ്യമായ നവോത്ഥാനത്തിന്റെ വഴികളിലൂടെയും വൈജ്ഞാനികതയുടെ പുതുവഴികളിലൂടെയും മാടി വിളിക്കുവാൻ പണ്ഡിത വരേണ്യന്മാരും ആത്മീയ ഗുരുക്കന്മാരും സാദാത്തുക്കളും കടന്നു വന്നുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാമിന്റെ ഏറ്റവും ഈറ്റില്ലവും പോറ്റില്ലവുമായി ആദർശത്തിന്റെയും ആത്മീയതയുടെയും പണ്ഡിത സാന്നിധ്യത്തിന്റെയും സാദാത്തുക്കളുടെ സന്നിധി കൊണ്ടും എല്ലാം അനുഗ്രഹീതമായ നാടാണ് കേരളത്തിന്റെ മക്കയെന്ന് വിളിക്കാവുന്ന പവിത്രമായ ഭൂമികൾ ഉൾക്കൊള്ളുകയും ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാർ വിശ്രമിക്കുകയും ചെയ്യുന്ന മലപ്പുറം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ കൃത്യമായ ദഅവത്തിന്റെ വഴികളിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുകയും അവിടുത്തെ ജീവിതത്തിന്റെ ഇരുപകലുകളിൽ സാക്ഷികളാവുകയും ചെയ്ത സ്വഹാബത്തിന്റെയും സ്വഹാബ കിറാമിനോട് ഇഴുകിച്ചേർന്ന
താബിഈ പ്രമുഖന്മാരുടെയും ശ്രേഷ്ഠമായ ജീവിതത്തിന്റെ ജീവിതോദാഹരണങ്ങൾക്ക് ആത്മാവ് കൊണ്ടും അന്തരീക്ഷം കൊണ്ടും ശരീരം കൊണ്ടും ഭൂമി കൊണ്ടും ചേർന്നു നിൽക്കാൻ കഴിഞ്ഞ നാടുകളാണ് മലബാറിന്റെ ഭൂമി. നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനകളും അതുപോലെ കടാക്ഷങ്ങളും ലഭിച്ച നാടാണിത്. ഇവിടേക്ക് ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിക ദഅവത്തുമായി വന്നതിൽ വളരെയേറെ നിർണായകമായ പങ്കുവഹിച്ചവർ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പൗത്രന്മാരായ അഹ്ലുബൈത്തിലെ അംഗങ്ങളാണ്. അതിന്റെ ചരിത്ര സാക്ഷ്യങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മമ്പുറം തങ്ങളിലൂടെ നമുക്കറിയേണ്ടി വരുന്നത്. യമൻ എന്ന് പറയുന്ന പവിത്രമായ ഇസ്ലാമിക രാജ്യം, ഈമാനിന്റെ തലസ്ഥാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറഞ്ഞ യമനിലെ ഹദറമൗത്തിൽ നിന്ന് മഹാന്മാരായ സാദാത്തുക്കൾ, പ്രവാചക പുത്രന്മാർ നമ്മുടെ നാട്ടിലേക്ക് വന്നു. ആവശ്യമായ ഇസ്ലാമിക ആത്മീയ നവജാഗരണത്തിലൂടെ മലബാറിന്റെ മുസ്ലിമീങ്ങളെ ആത്മീയതയുടെ ഉന്നത ശ്രേണിയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. കോഴിക്കോട് ജിഫരി സാദാത്തുക്കൾ അവർ ഇസ്ലാമിക ദഅവത്തിന്റെ മേഖലയിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ലോക വൈജ്ഞാനികതയുടെ ആൾത്താരയിലേക്ക് നിരവധി ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം പണ്ഡിത ശ്രേഷ്ഠന്മാരായ മഖ്ദൂമുമാർ മക്കയിൽ നിന്ന് പഠിച്ചറിഞ്ഞ ഇസ്ലാമിക പാഠങ്ങളെയും മഅബറിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ചൈതന്യത്തെയും മദീനയിൽ നിന്ന് ലഭിച്ചിരുന്ന പവിത്രമായ അനുരാഗത്തെയുമെല്ലാം മലയാളത്തിന്റെ മണ്ണിലേക്ക്, മലബാറിന്റെ ഹൃത്തിലേക്ക് അടയാളപ്പെടുത്താൻ അവരും കടന്നു വന്നു. ഇങ്ങനെ മഹനീയമായ സാന്നിധ്യങ്ങളുടെ കലവറയായി ഇസ്ലാമിക കേരളത്തിന്റെ ചിത്രം ഉയർന്നു വരുമ്പോൾ ആ കൂട്ടത്തിൽ നിർണായകമായ ഇസ്ലാമിക ദഅവാ സംഘമായി വന്നവരാണ് മഹാന്മാരായ സാദാത്തുക്കളിൽ ബുഖാരി സാദാത്തുക്കൾ. നിരവധി കബീലകളും ഗോത്രങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗത്രന്മാരായി കേരളത്തിലും ലോകത്തിന്റെ ദിക്കുമുക്കുകളിലും എല്ലാം ഉണ്ട്. ശരിയായി പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കേണ്ടത് അഹ്ലുബൈത്തിലെ അംഗങ്ങളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് നഈമുദ്ദീൻ മുറാദാബാദിയുടെ കാലത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ സന്നിധിയിൽ നടന്ന ചർച്ചകളിൽ പോലും മുസ്ലിം സമുദായത്തിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഗുണമായി സിയാദത്തിന്റെ മാനദണ്ഡത്തെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രന്മാർ യഥാർത്ഥത്തിൽ ഈ സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഏറ്റവും യോജിച്ച ഗുണങ്ങളും പ്രത്യേകതകളും ഉള്ളവരാണ്. അങ്ങനെ നിരവധി കബീലകൾ ഇവിടെ സാരഥ്യം ഏറ്റെടുത്തിട്ടുണ്ട്. വൈദേശികന്റെ ആക്രമണങ്ങളിൽ നിന്ന് കേരളത്തെയും ഇന്ത്യയും രക്ഷിക്കുന്നതിൽ മഹാന്മാരായ ആത്മീയ ഗുരുക്കളുടെയും പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും സേവനം രണ്ടാം ഭാഗത്തേക്ക് മാറ്റിവെക്കാൻ പറ്റിയതല്ല. അവരുടെ ആത്മീയമായ നവജാഗരണത്തിലൂടെയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വൈദേശികന്റെ മുഴുവൻ കൊട്ടാരങ്ങളെയും തച്ചു തകർത്ത് കളയാൻ കഴിഞ്ഞത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ തേരോട്ടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടേണ്ടി വന്നത് മലബാറിന്റെ മണ്ണിൽ നിന്നാണ്. അതിന്റെ കാരണമായി ബ്രിട്ടീഷ് മാനുവലിൽ വൈസ്രോയി എഴുതിവിട്ടത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. രാജ്ഞിക്ക് എഴുതിയ കത്തിൽ കാണാം, മലബാറിന്റെ മണ്ണിൽ ഞങ്ങളുടെ പരിശ്രമങ്ങൾ കൂടുതൽ വിജയിക്കുന്നില്ല. കാരണം അവരെല്ലാവരും മമ്പുറം തങ്ങളുടെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് രാവിലെ ഇറങ്ങുന്നത്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം തലവന്റെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ മുസ്ലിമീങ്ങളുടെ നാമങ്ങൾ ഉയർന്നു നിൽക്കാനുള്ള കാരണം പഴയകാല ഇസ്ലാമിക ചരിത്രത്തിന്റെ ആത്മാവിനെ ഏറ്റെടുക്കുകയും ബദരീങ്ങളുടെ ചരിത്രത്തെ പഠിക്കുകയും ആ ബദരീങ്ങൾ ആദർശത്തിന് വേണ്ടി നിലകൊണ്ട സ്ഥിരമായ നിലപാടുകളെ ഉൾക്കൊള്ളുകയും ചെയ്ത് അവരുടെ പ്രകീർത്തനങ്ങളാകുന്ന ബദർ മൗലിദും പ്രവാചക സ്നേഹകീർത്തനങ്ങളാകുന്ന മൗലിദുകളുമെല്ലാം പാരായണം ചെയ്തുകൊണ്ട് ആത്മാർത്ഥതയോടെയും ആത്മബലത്തോടെയും സമരക്കളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് അനിഷേധ്യമായ സേവനങ്ങൾ സ്വാതന്ത്ര്യ സമര കാലയളവിൽ നിർവഹിക്കാൻ കഴിഞ്ഞത് എന്ന് നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയിലെ മുൻ ചരിത്ര വിഭാഗം തലവൻ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കേണ്ടത് ഇതുപോലെ മഹാന്മാരായ ആത്മീയ ഗുരുക്കന്മാരുടെയും പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും പർണശാലകളിൽ നിന്നും പാഠശാലകളിൽ നിന്നും ഊർജത്തെയും ആത്മാവിനെയും ഏറ്റെടുത്ത് സമൂഹത്തെ നന്മയുടെയും നേരിന്റെയും വഴിയിലേക്ക് കൊണ്ടുവരാൻ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ശ്രമിച്ചു. ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവനും പഠിച്ചു നോക്കിയാൽ
ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ മറ്റു പല രാജ്യങ്ങളുടെയും മുമ്പിലേക്ക് നിർണായകമായ മൂല്യങ്ങളോടെ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശികന്മാരായ മതങ്ങളുടെയും ദർശനങ്ങളുടെയും സഞ്ചാരികളുടെയും സംഭാവനകളാണ്. സിന്തസിസ് ഈസ് അവർ ട്രഡീഷൻ എന്ന ലേഖനത്തിലൂടെ അദ്ദേഹം എഴുതുന്നുണ്ട്. തൊട്ടു മുമ്പ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുണ്ടായിരുന്നു. ഏതായാലും ശരി, അങ്ങനെ ആ എസ്സേയിലൂടെ പ്രബന്ധത്തിലൂടെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് ഇവിടേക്ക് വന്ന മുസ്ലിം സമുദായത്തിന്റെ സംഭാവനകൾ അനിഷേധ്യമാണ്. കേരളത്തിന്റെ മതപരമായ ചിത്രത്തിൽ ഒരുപാട് ഉന്നതികളിലേക്ക് കൊണ്ടുവരാനും അധകൃത വർഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് അഭിമാനത്തോടെ ജീവിക്കാനുമെല്ലാമുള്ള ഒരുപാട് കവാടങ്ങൾ തുറന്നുകൊടുത്തത് മുസ്ലിം സമുദായത്തിന്റെ ആഗമനത്തോടെയാണെന്ന് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു എഴുതുന്നുണ്ട്. കാരണം പാകിസ്ഥാനിന്റെ ബോർഡറിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന് താമസിച്ച ജവഹർലാൽ നെഹ്റുവിന് ആദ്യകാല ചരിത്രം മുഴുവനും പഠിപ്പിച്ചു കൊടുത്തത് ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു എന്ന് പെൻഗ്വിൻ പ്രസിദ്ധീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ നിർണായക ഭാഗത്തേക്ക് പിടിച്ചു നിർത്താൻ ഏറ്റവും കൂടുതൽ സേവനം ചെയ്തത് ചരിത്രം പഠിപ്പിച്ച ഒരു മുസ്ലിം അധ്യാപകനാണ് എന്ന് അദ്ദേഹം വിശദമായി എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നല്ല മുന്നേറ്റത്തിലും കടന്നുവരവിലും ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും അവരുടെ പർണശാലകൾ ഈ ലോകത്തിൻ്റെ ക്രിയാത്മകമായ നിർമ്മാണശാലകളായിരുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ആരാധനാലയങ്ങൾ അവർ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ മഹിതമായ മുന്നേറ്റത്തിൻ്റെ ആലോചനാ കേന്ദ്രങ്ങളായിരുന്നു. കഴിഞ്ഞുപോയ ഒരുപാട് സാത്വികന്മാരെ അനുസ്മരിക്കുവാനുണ്ട്. അവരുടെ ചരിത്ര വഴികളെ അടയാളപ്പെടുത്തുവാനുണ്ട്. ഇന്നലകളിൽ ഒരുക്കി വെച്ച വഴികളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. പുതിയ സമൂഹത്തിന് കടന്നു പോകാനുള്ള സുതാര്യമായ ധാരയൊരുക്കുന്നതിൽ മുൻഗാമികൾ നിർണയിച്ചു വെച്ച മാനദണ്ഡങ്ങളും വഴികളും അനിഷേധ്യവും അതുപോലെ മർമ്മപ്രധാനവുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വർത്തമാനത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് മാത്രം നാളത്തേക്കൊരു രേഖ വരയ്ക്കുവാൻ സാധ്യമല്ല. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും വർത്തമാനത്തിന്റെ സന്ദേശങ്ങളെ ഏറ്റെടുക്കുകയും ഭാവിയുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് കൃത്യമായ ഒരു ചരിത്ര നിർമ്മിതിക്ക് ഒരു നവോത്ഥാന നായകനും ഒരു നവോത്ഥാന ചിന്തയ്ക്കും ഒക്കെ സാധിക്കുകയുള്ളൂ. അതിലൂടെയാണ് കടന്നു വന്ന വഴികളിലെല്ലാം മഹോന്നതന്മാരായ പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ള സേവനങ്ങളെ നാം അറിയേണ്ടി വരുന്നത്. അങ്ങനെ മഹാന്മാരായ സയ്യിദുമാർ അവരവരുടെ കബീലകളിൽ വന്ന ഉന്നത ശ്രേഷ്ഠന്മാരെല്ലാം നിരവധി സേവനങ്ങൾ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉന്നതിക്ക് വേണ്ടി ചെയ്തു. ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും മഹനീയമായ ദർശനങ്ങളെ മാനവികതയുടെ മനതലങ്ങളിൽ അടയാളപ്പെടുത്താനും ലോക ജനതയുടെ ഹൃത്തടങ്ങളിൽ മഹനീയമായ ഊഷ്മള ഭൂമിയെ ഉണ്ടാക്കുവാനുമാണ് അവർക്കെല്ലാം സാധിച്ചത്. ആ കൂട്ടത്തിലാണ് ബുഖാരി സാദാത്തുക്കളുടെ കുലത്തിൽ ബഹുമാനപ്പെട്ട ആദരണീയരായ കടലുണ്ടി അഹമ്മദ് ബുഖാരി തങ്ങളവറുകൾ ഇപ്പോൾ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നത്. അഥവാ കഴിഞ്ഞുപോയ ഇസ്ലാമിക ചൈതന്യത്തിൽ നിന്ന് ആത്മീയതയുടെ വഴിയിലൂടെ കടന്നു വരികയും ആധ്യാത്മികതയുടെ പരിശീലന മാർഗങ്ങളിലൂടെ ആത്മാവിനെ വിമലീകരിച്ച് ഇസ്ലാമിക ചിട്ടകളെയും പ്രവാചക പാഠങ്ങളെയും വളരെ കൃത്യമായി എടുത്തറിയുകയും ശിക്ഷണ മാർഗങ്ങളെ കൃത്യമായി പരിപാലിക്കുകയും ചെയ്ത സാത്വികനായ പണ്ഡിതൻ, അതോടൊപ്പം അഹ്ലുബൈത്തിന്റെ മുഴുവൻ ഗുണഗണങ്ങളെയും മാനവികതയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള മഹിതമായ സന്ദേശങ്ങളെ ഏറ്റെടുത്ത മഹാത്മാവ്. ആ മഹാത്മാവിന്റെ ഒരുപാട് മഹനീയ സ്വപ്നങ്ങൾക്കാണ് ആനുകാലിക മുസ്ലിം കേരളം പുണ്യമായ സ്വീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചരിത്രം നമ്മോട് സമ്മതിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട അഹമ്മദ് ബുഖാരി തങ്ങൾ മുൻകാല പ്രവാചകന്മാരെ പോലെയും അതുപോലെ തന്നെ ശ്രേഷ്ഠന്മാരെ പോലെയും ഓരോരുത്തരും അവരുടെ സന്താനങ്ങളിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാണ്. എൻ്റെ മകൻ കാലത്തെ അതിജയിക്കുന്ന പ്രവാചകനാകുമെന്ന് 6-ാം വയസ്സിൽ വിട പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹ 6 വയസ്സുള്ള പൊന്നുമോനെ അടുത്തേക്ക് വിളിച്ച് അബവാഇന്റെ മഹനീയമായ ഭൂമിയിൽ പറഞ്ഞു, മോനെ, എൻ്റെ സ്വപ്നം ശരിയാണെങ്കിൽ നാളത്തെ പ്രവാചകനാണു നീ. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആവർത്തിക്കുന്നുണ്ട്. അന ദഅവതു ഇബ്രാഹിം വബിശാറതു ഈസ വറുഇയ ഉമ്മി. ഞാൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നറിയിപ്പും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയും എൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ സ്വപ്നവുമാണ്. ആ സ്വപ്നത്തിന്റെ പുലർച്ചെയാണ്
ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ എനിക്കു ലഭിച്ചിട്ടുള്ള വൃത്താന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ അഹ്മദ് ബുഖാരി തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട 5 ആൺമക്കളെയും കൃത്യമായ പരിശീലനത്തിലൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹധാരയിൽ പാകപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു. ആരായിരുന്നു ആ 5 പേരെന്ന് ചോദിക്കുമ്പോഴാണ് ആനുകാലിക ആത്മീയ കേരളത്തിൻ്റെ അമരത്തിരുന്ന് ആധ്യാത്മികതയുടെ നിറനിധികളെ തുറന്നു തരികയും മാനവികതയെ ആത്മീയതയുടെ നേർധാരയിലേക്ക് മാടി വിളിക്കുകയും ചെയ്ത് പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ പവിത്രമായ പാരമ്പര്യത്തിലൂടെ അകക്കാമ്പാകുന്ന ആത്മീയ വിജ്ഞാനത്തെ ആദർശമായി സ്വീകരിക്കുകയും സമകാലിക സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളോട് ചേർന്ന് നിന്ന് സേവനത്തിൻ്റെ ഊശര ഭൂമികൾ ഒരുക്കുകയും ചെയ്യുന്ന 5 മഹാന്മാരായ സാദാത്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരേണ്ടി വരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരിയും ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുല്ലാഹിൽ ബുഖാരി തങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങളും ഒരു കുടുംബത്തിലെ 5 പുത്രന്മാരായി ആത്മീയ കേരളത്തിൻ്റെ അഭിമാന വിലാസങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ മഹാന്മാരായ സാദാത്യങ്ങളെ ചെറുപ്പകാലത്തു തന്നെ പരിശീലിപ്പിക്കുന്ന സമയത്ത് ആത്മീയതയുടെ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി. നല്ല ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് ഭൂരിപക്ഷവും മഹാനായ ഒരു പ്രതിഭയുടെ സൃഷ്ടിപ്പ് നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹിയുടെ ചാരിത്ര ബോധമാണ് അറബ് ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. അരുതായ്മയുടെ ആഴികൾ ഒരുപാട് ആഴത്തിൽ പതിഞ്ഞിരിക്കുമ്പോഴും ആത്മീയമായ നിഷ്ഠയോടുകൂടി തെറ്റു ചെയ്യാൻ എനിക്ക് സമ്മതമില്ലെന്ന് പറഞ്ഞ് വലിയുപ്പയുടെ കൈപിടിച്ച് നടക്കുന്ന ചിത്രമാണ് അറബ് ചരിത്രത്തിൽ നിന്ന് അബ്ദുല്ലാഹിയെ വേർതിരിച്ചു നിർത്തുന്നത്. സുന്ദരനും സുമുഖനുമായ ആരാലും ആകർഷിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, പക്ഷേ ധാർമ്മികമായ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ കഴിയില്ലെന്ന് വിളിച്ചു പറയുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത്. ആമിന റളിയല്ലാഹു അൻഹയുടെ പാതിവ്രത്യമാർന്ന ജീവിതത്തിന്റെ വിമലീകരിക്കപ്പെട്ട ചിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ വഴിയിലൂടെ അന്വേഷിക്കുമ്പോൾ കാണുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നമുക്ക് നൽകിയത് വതഖല്ലുബക ഫിസ്സാജിദീൻ, അല്ലാഹുവിനെ സുജൂദ് ചെയ്യുകയും സാഷ്ടാംഗ പ്രണാമചിത്തരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻഗാമികൾ മുഴുവനും അല്ലാഹുവിനെ അനുസരിക്കുകയും മറ്റു മതങ്ങളുടെ ബഹുദൈവ വീക്ഷണങ്ങളിൽ പോകാതിരിക്കുകയും ചെയ്തവരാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആശയത്തെ, ഈ ആയത്തിനെ ഉപാസിച്ചുകൊണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ ലോകത്തിന് നൽകുന്നത് മഹനീയമായ ദാനങ്ങളാണ്. അതുപോലെ അഹ്മദ് ബുഖാരി തങ്ങൾ മഹാനവറുകൾ 5 മക്കളെയും അവരെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ചെറുപ്പകാലത്ത് ആവശ്യമായ ആത്മീയ ശിക്ഷണങ്ങൾ നൽകി. അവരുടെ പഠനകാലത്ത് ആത്മീയ പഠനത്തിന് പ്രചോദനങ്ങൾ നൽകി. അവർ ആത്മീയ പാഠങ്ങൾ പഠിച്ചിട്ട് വരുമ്പോൾ പ്രോത്സാഹന സമ്മാനങ്ങളോടെ അവരെ മാടി വിളിച്ചു. പരിശുദ്ധമായ ഖുർആനിൻ്റെയും ഇസ്ലാമിൻ്റെയും ആധികാരിക ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ കൊണ്ട് പ്രചോദനത്തിൻ്റെ വഴിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ചെറുപ്പകാലത്ത് തന്നെ അപകടകരമായ കൂട്ടുകെട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വാത്സല്യബോധത്തോടുകൂടി അടുത്ത് പിടിച്ചുകൂട്ടിയ പിതാവ് ഓരോന്നിനും പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തു ചൊല്ലുവാൻ നിർദ്ദേശിച്ചു കൊണ്ടിരുന്നു. തീർത്തും മനോഹരമായൊരു ജീവിതത്തിലൂടെ ആനുകാലിക ആത്മീയ കേരളത്തിന് നെഞ്ചിലേറ്റി താലോലിക്കാൻ പറ്റുന്ന പവിത്രമായൊരു ജീവിതത്തിൻ്റെ ചിത്രമാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബുഖാരി തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് സമ്മാനിച്ചിട്ട് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ പ്രകീർത്തിക്കുന്നതിൽ മനസ്സുകൊണ്ട് ഒരുപാട് ഉന്നതങ്ങളെ കീഴടക്കി അവിടുത്തെ സ്വപ്നം പോലെ അശ്റഖൽ ബദറു അലൈനാ എന്ന് തുടങ്ങുന്ന നബി കീർത്തന കാവ്യത്തിൻ്റെ പൂർത്തീകരണ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ആകാരം കൊണ്ടും ആത്മാവ് കൊണ്ടും ലയിച്ചു ചേർന്ന മഹനീയമായ ഒരു മജ്ലിസിൽ വെച്ചാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹു തആല അവിടുത്തെ പദവി ഉയർത്തി കൊടുക്കുകയും മഹാന്മാരായ സാദാത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ശുദ്ധി നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മഹാനായ അഹ്മദ് ബുഖാരി തങ്ങളുടെ സന്താനങ്ങൾ പഠിച്ചു വളരുകയും അതിൽ വിശിഷ്യ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ആത്മീയമായ വിജ്ഞാനത്തിൻ്റെയും ആധ്യാത്മികമായ വഴിയിൽ കൃത്യമായ പണ്ഡിതന്മാരുടെ ശിക്ഷണത്തോടെ സാത്വികന്മാരായ പണ്ഡിതന്മാരുടെ ദർസുകളിൽ പഠിച്ച് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 1986
വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ആധികാരിക മതപഠനത്തിന് വേണ്ടി പോയതിനു ശേഷം അവിടുന്ന് റാങ്കോടുകൂടി 1986 ഇസ്ലാമിക വൈജ്ഞാനിക സേവന രംഗത്തേക്ക് വരികയാണ്. മഹാന്മാരായ സ്വാത്വികന്മാരായ പണ്ഡിതന്മാർ, മാതൃകായോഗ്യനായ പിതാവ് വിരിച്ചു കൊടുത്ത ആത്മീയതയുടെ വഴി, അതുപോലെ തന്നെ ജ്യേഷ്ഠനും മറ്റു സഹോദരന്മാരുമെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പവിത്രമായ ചുറ്റുപാടുകൾ, അതിൽ നിന്ന് തീർത്തും ഇസ്ലാമിക സേവനത്തിന് വേണ്ടി ഒരുങ്ങിയിറങ്ങുകയും പഠനകാലത്ത് ബാഖിയാത്തിലെ ഉസ്താദുമാർ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആശീർവാദത്തിന്റെ വചനങ്ങൾ പറഞ്ഞത് നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട് ഉസ്താദുമാരിലൂടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആശീർവാദത്തിൻ്റെയും അനുമോദനത്തിൻ്റെയും വചനങ്ങളെ നെഞ്ചിലേറ്റി എൻ്റെ ഈ ജീവിതം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, വൈജ്ഞാനിക സബരിക്ക് വേണ്ടി ആയിരിക്കണമെന്ന് തീരുമാനിച്ചതുപോലെ മലപ്പുറം ജില്ലയിലെ മേന്മുറിയിലേക്ക് ഇസ്ലാമിക ദഅവത്തിൻ്റെയും വൈജ്ഞാനിക പ്രസരണത്തിൻ്റെയും ആത്മീയ നേതൃത്വത്തിൻ്റെയും സാരഥ്യം ഏറ്റെടുക്കുവാൻ ബഹുമാനപ്പെട്ടവർ കടന്നു വരികയാണ്. എല്ലാ വിപ്ലവത്തിൻ്റെയും ആധ്യാത്മികമായ അടിത്തറ വൈജ്ഞാനികമായ മുന്നേറ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ മുഴുവനും സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് വഅല്ലമക മാ ലം തകുൻ തഅലം, അല്ലയോ പുണ്യപ്രവാചകരെ, എല്ലാം തങ്ങൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു തന്നില്ലയോ? വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി, അല്ലയോ പുണ്യ നബിയെ, അവിടുത്തെയോട് വൈജ്ഞാനികതയിൽ അടുക്കാൻ വേറെ ആരുമില്ല. അവിടുത്തെയുടെ വൈജ്ഞാനിക സാഗരത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ആർക്കും സാധ്യമല്ല. മാന്യതയുടെയും ഉന്നതിയുടെയും ഉന്നത ശീർഷങ്ങളിൽ ഉപാസിക്കപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു കാവ്യ രീതിയിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ഇസ്ലാമിക ആത്മീയ വിജ്ഞാനത്തെ ഏറ്റെടുത്തുകൊണ്ട് മലബാറിൻ്റെ മണ്ണിലേക്ക്, മലപ്പുറത്തിൻ്റെ ഊശരഭൂമിയിലേക്ക്, മഹാന്മാരായ മലപ്പുറം ശുഹദാക്കൾ തേരോട്ടം നടത്തി ചരിത്രം രചിച്ചു കിടക്കുന്ന, ചേറൂർ ശുഹദാക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി കിടക്കുന്ന, മുട്ടിയറ ശുഹദാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി കിടക്കുന്ന, ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ മഹനീയമായ ശരീരം ഉമ്മ വെച്ചുറങ്ങുന്ന സമരപ്പോരാളി എന്ന മാത്രമല്ല പ്രവാചക പ്രേമത്തിന്റെ കാവ്യ തല്ലജങ്ങളിലൂടെ മദീനായുടെ മണൽത്തരികളെ കോരിത്തരിപ്പിക്കുകയും നബി സ്നേഹത്തിന്റെ ലോകോത്തരമായ കാവ്യതല്ലജങ്ങളെ കോർത്തിണക്കുകയും ചെയ്ത ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശരീരം ഉമ്മ വെച്ചുറങ്ങുന്ന മലപ്പുറം ജില്ലയുടെ മണ്ണിൽ, അതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത ധീരദേശാഭിമാനികളുടെയും ആത്മജ്ഞാനികളുടെയും പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും സാത്വിക പ്രമുഖന്മാരുടെയും ശരീരം ഉമ്മ വെച്ചുറങ്ങുന്ന മഹനീയമായ മലപ്പുറം, അതിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക്, അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിനോട് ചേർന്ന് മേൽമുറി എന്ന ഗ്രാമാന്തരത്തിലേക്ക് ആത്മീയ വിജ്ഞാനത്തിൻ്റെ പ്രഭാവത്തെ ലോകത്തേക്ക് തുറന്നു കൊടുക്കുവാൻ സാത്വികനായ സയ്യിദ് അവറുകൾ എത്തിച്ചേരുകയാണ്. സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതെന്താണ് എന്ന് 12 കൊല്ലം തികഞ്ഞ ഇസ്ലാമിക ദർസി രംഗത്ത് ഓരോ വൈജ്ഞാനിക ശാഖകളെയും ഇഴകീറി പരിശോധിച്ച് നിപുണന്മാരായ മുദർരിസുമാരെ വാർത്തെടുക്കുന്ന പർണശാലയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ് മഹാനായ സയ്യിദ് അവറുകൾ. 12 വർഷത്തെ തികഞ്ഞ ഇസ്ലാമിക ദർസി രംഗത്ത് നിന്നുകൊണ്ട് അഗ്രേസരന്മാരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും യോഗ്യന്മാരായ യുവ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമ്മാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണു തുറന്ന് ജീവിക്കുന്ന ഒരു ഇസ്ലാമിക പ്രവർത്തകൻ പരിസരങ്ങളുടെ വേദനകളിൽ പങ്കാളിയാവുകയാണ്. എല്ലാം കണ്ടിട്ട് കണ്ണടച്ചു ജീവിക്കാൻ ക്രിയാത്മകമായ ഒരു വ്യക്തിക്ക് കഴിയില്ല. നാട് മുഴുവനും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ വായിച്ചുകൊണ്ടിരിക്കാൻ നീറോ രാജകുമാരന് മാത്രമേ കഴിയുകയുള്ളൂ. അതേ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാലുപാടുകളുടെ വേദനകളെ നെഞ്ചിലേക്ക് ഏറ്റുക എന്നത് പ്രവാചകന്മാരുടെ വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത് അരുതായ്മയുടെയും അനാശാസ്യ പ്രവണതകളുടെയും കൂത്തരങ്ങുകളായിരുന്ന അറബ് ജനതയുടെ നടുവിലേക്ക് വന്നപ്പോൾ ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് മാറി നടക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ സമൂഹത്തിന്റെ വേദനകളെ ഏറ്റെടുത്തു, നോവുകളെ കണ്ടറിഞ്ഞു, നൊമ്പരങ്ങളെ മനസ്സിലാക്കി, പരിഹാരത്തിന്റെ പര്യാലോചനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരപകലുകൾ കടന്നുപോയി. ഏകാന്തതയുടെ നിമിഷങ്ങളിൽ സമൂഹത്തിന്റെ വേദനകളെ സ്വയം നെഞ്ചിലേക്ക് ഏറ്റെടുക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിൽ ആവശ്യമായ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻനിരയിലുണ്ടായിരുന്നു. ആ മഹനീയമായ പാരമ്പര്യത്തെ വഴിയിലൂടെ
ഇസ്ലാമിക സേവനത്തിൻ്റെയും വൈജ്ഞാനിക സബരിയുടെയും അമരത്തേക്കെത്തിയ ബഹുമാനപ്പെട്ട സയ്യിദുകൾ കേവലം മിമ്പറിൻ്റെയും മെഹ്റാബിൻ്റെയും ഇടയിലുള്ള ദർസ് നടത്തുന്ന പലകയുടെ മുമ്പിൽ മാത്രം ഇരിക്കുകയായിരുന്നില്ല. പള്ളിയുടെ പുറത്ത് സമുദായത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ധിഷണയോടുകൂടി നോക്കിക്കാണുകയായിരുന്നു. വേദനയാർന്ന രംഗങ്ങളെ കണ്ടറിയുകയും പരിഹാരത്തിന് വേണ്ടി ഏകാന്തമായിരുന്ന് ആലോചിക്കുകയും അതോടൊപ്പം പടച്ചവനോട് പ്രാർത്ഥിക്കുകയുമായിരുന്നു. ആത്മീയ വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാൻ ആളുകളില്ലെന്ന് കണ്ടപ്പോ അവിടുത്തെ മഹല്ലിലെ ആളുകളോട് തന്നെ ബോധവൽക്കരണം നടത്താൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ തീരുമാനിച്ചു. കടന്നു വരുന്ന കൗമാര യൗവനങ്ങൾ ഇസ്ലാമിക വിജ്ഞാനത്തിൽ നിന്ന് അന്യമായി പോയാൽ നാളത്തെ അപകടകാരികളായ ഈ ലോകത്തിന് മുഴുവനും ഭീഷണിയായ ആളുകളായി മാറിപ്പോകുമെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് ദർസ് നടത്തുന്ന പ്രദേശത്ത് നിന്ന് നൂറുകണക്കിന് പ്രദേശവാസികളായ ആളുകളെ രക്ഷിതാക്കളെ ബോധവൽക്കരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പരിശുദ്ധമായ ഇസ്ലാം പഠിക്കാൻ അവരെ പറഞ്ഞുവിടാൻ പറഞ്ഞു. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ആത്മീയതയെ അന്യവൽക്കരിക്കുന്ന അപകടകരമായ ചിന്തയിൽ നിന്ന് മാറി രണ്ടും സമഞ്ജസമായി സമ്മേളിച്ച് ഒരാത്മീയ ഗുരുവിന്റെ സാരഥ്യത്തിൽ ശിക്ഷണം കിട്ടിയാൽ മാതൃകായോഗ്യരായ പൗരന്മാരെ വാർത്തെടുക്കാമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ചരിത്രപരമായി തെളിയിക്കുകയായിരുന്നു. 200ഓളം വരുന്ന സ്വന്തം മഹല്ലിലെ അംഗങ്ങളെ, കൗമാര യൗവനങ്ങളെ പള്ളിയുടെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഇസ്ലാമികമായ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴാണ് ആലോചിക്കുന്നത്, ഈ സമൂഹത്തെ മുഴുവനും നല്ലതിന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് എന്താണ് ചെയ്യാനാവുക? ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വലൈസ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. എല്ലാ വേദനകളുടെയും നോവുകളുടെയും പരിഹാരം മദീനയുടെ മണ്ണിൽ ഉമ്മ വെച്ചുറങ്ങുന്ന ലോകത്തിന്റെ ഹൃത്തടത്തിലെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളിലൂടെ സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ആത്മീയമായി ആലോചിക്കുകയും സമൂഹത്തിന്റെ വേദനകളിൽ പര്യാലോചന നടത്തുകയും ചെയ്യുന്ന ഒരു പൗത്രൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന പ്രിയപ്പെട്ട ഉപ്പാപ്പയിലേക്ക് മനസ്സയക്കുകയായിരുന്നു. പരിഹാരത്തിന്റെ പരവതാനിയായി ഒരുക്കി വെച്ചിട്ടുള്ള തിരുസ്വലാത്തിന്റെ സന്നിധാനത്തിൽ നിന്നല്ലാതെ ഈ സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ സാധിക്കില്ലെന്ന് മഹാനവറുകൾ മനസ്സിലാക്കി. أما الصلاة على النبي فسيرة مرضية تمحى بها الآثام. എല്ലാ പാപങ്ങളെയും പൊറുക്കാൻ, എല്ലാ വിഷമങ്ങളെയും മാറ്റാൻ, എല്ലാ മാലിന്യമായ തലങ്ങളെയും വിമലീകരിക്കുവാൻ, എല്ലാ സ്ഖലിതങ്ങളെയും ഇല്ലായ്മ ചെയ്ത് സ്ഫുടം ചെയ്യുവാൻ സ്വലാത്ത് എന്ന മഹനീയമായ പവിത്രമായ സമ്മാനത്തിന് കഴിയുമെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ മുതഅല്ലിമുകളെയും അതുപോലെ സ്നേഹിതന്മാരെയും ഉപയോഗപ്പെടുത്തി ഓരോ വീട്ടിലേക്കും ആളുകളെ പറഞ്ഞു വിട്ട് റസൂലുള്ളാഹിന്റെ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് മാടി വിളിച്ചു. പർണശാലയിൽ പാകപ്പെട്ടു വരുന്ന സാരഥ്യം ലോകത്തിന്റെ മുമ്പിലേക്ക് വെളിച്ചം പകരാൻ പോവുകയാണ്. കേവലം ഭൂമിയിൽ മാത്രമുള്ള വെളിച്ചമല്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ ആങ്ക് വാലോ ആവോ ദേഖോ മാഹെ ത്വയ്ബാ കി സിയാ. കണ്ണുള്ളവരെ വന്നു നോക്കുക, മദീനയിലെ രാജാവിന്റെ പ്രഭാവത്തെ നിങ്ങളൊന്ന് കാണുക. ആസ്മാക്കെ ചാന്ദ് മേ തോ ഭീക ഭീക നൂർ ഹേ. ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ വെളിച്ചം നോക്കിയാൽ അത് മിന്നി മിന്നിക്കൊണ്ട് മാത്രം ഇരിക്കുന്ന വെറും പീതമായ നിറമാണ് അവക്കുള്ളത്. എന്നാൽ തൂന ഹോത്താ തോന ഹോത്താ ദോ ജഹാ കാ ഇന്തിസാം. അല്ലയോ പുണ്യ നബിയെ, അവിടുന്നില്ലായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളില്ലെങ്കിൽ ലോകത്തിനെവിടെയും വെളിച്ചം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇരുലോകത്തിൻ്റെയും ഘടനാപരമായ നിർമ്മിതിയുടെ ഏറ്റവും നിർണായകമായ ഭാഗം വഹിക്കുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ്. തൂ സമീൻ കാ നൂർ ഹേ തോ ആസ്മാ കാ നൂർ ഹേ. കേവലം ഭൂമിയുടെ മാത്രം വെളിച്ചമല്ല, കേവലം ഇഹലോകത്തിന്റെ മാത്രം വെളിച്ചമല്ല, കേവലം ഭൗമലോകത്തിന്റെ മാത്രം വെളിച്ചമല്ല, ഉപരിലോകത്തിൻ്റെയും ഭൗമലോകത്തിൻ്റെയും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും എല്ലാം വെളിച്ചമായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമായ റമദാനിന്റെ വെള്ളിയാഴ്ച രാവിൽ മഹാന്മാരായ സാദാത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട വലിയുപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോടുള്ള
സ്വലാത്തിന്റെ മഹനീയമായ ആത്മീയത ഏറ്റെടുക്കുകയാണ്. 12 വർഷത്തെ ദർസീ രംഗത്തെ തികഞ്ഞ സേവനത്തിനും കഴിഞ്ഞിട്ടാണ്, അഥവാ ഇനി ഈ സമുദായത്തെ നയിക്കാൻ സമയമായിരിക്കുന്നു. രഹസ്യമായ ദഅവത്തിന്റെ സമയം കഴിഞ്ഞു, വ്യാപകമായ പരസ്യമായ ദഅവത്തിന്റെ കാലമായിരിക്കുന്നു. പർണശാലയിൽ പാകപ്പെടുത്തേണ്ട നേരം കഴിഞ്ഞു. പൊതുസമൂഹത്തോട് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും വഴിയിലേക്ക് വിളിച്ചു കൊണ്ടുവരേണ്ട നേരമായി. കാരണം ഇന്നലകളിൽ എൻ്റെ വലിയുപ്പയായ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയ ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുണ്ട്. ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ നടന്നുപോയ ആത്മീയമായ ഒരു വഴി ഇവിടെയുണ്ട്. മമ്മിക്കുട്ടി ഖാദി അടയാളപ്പെടുത്തിയ ആധ്യാത്മികതയുടെ ഒരു രേഖ ഇവിടെയുണ്ട്. കോഴിക്കോട് ജിഫരി സാദാത്തുക്കൾ അടയാളപ്പെടുത്തിയ മഹനീയമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുണ്ട്. ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന പരിഷ്കൃത വിഭാഗങ്ങളും നവോത്ഥാന ചിന്തകളും എന്ന പേരിൽ കടന്നു വന്ന അപകടകാരികളും ഈ സമുദായത്തെ ആപാദ ചൂടം നശിപ്പിക്കുവാൻ കടന്നു വരികയാണെന്ന് സാത്വികനും ദിഷണാശാലിയുമായ സയ്യിദ് അവറുകൾ തിരിച്ചറിയുകയാണ്. ഈ സമുദായത്തെ പണ്ഡിത നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുക, സാദാത്യങ്ങളുടെ സാരഥ്യത്തിൽ നിന്ന് അകറ്റി മാറ്റുക, എന്നിട്ട് അവരെ മുഴുവനും ഒറ്റപ്പെടുത്തി വെടിവെക്കുവാൻ ഇവിടെ ചില അപകടകാരികളായ ഇസ്ലാമിസ്റ്റുകൾ കടന്നു വന്നു. അവർ നോക്കിയപ്പോൾ വളർന്നു വന്ന സമുദായത്തെ കൂടുതലായി പിടിച്ചു മാറ്റാൻ കണ്ടില്ലെന്ന് മനസ്സിലാക്കി. അവർ മനസ്സിലാക്കിയത്, അവർ കണ്ടെത്തിയ ഉപാധി, പ്രിയപ്പെട്ട പിഞ്ചോമന മക്കളെ ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്കും പാഠശാലകളിലേക്കും വലിച്ചു കൊണ്ടുപോയി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് അവരുടെ ആശയത്തിന്റെ ഉപാസകന്മാരാക്കി മാറ്റാമെന്നവർ വിചാരിച്ചു. അങ്ങനെ മലപ്പുറമെന്ന ഇസ്ലാമിക ചൈതന്യത്തിന്റെ മണ്ണിൽ ബഹുമാനപ്പെട്ട മലപ്പുറം ശുഹദാക്കളുടെ നിണമണിഞ്ഞുകൊണ്ട് മുസ്ലിം ലോകത്തിന് അഭിമാനത്തിന്റെ തിലകമണിയിച്ച മണ്ണിലേക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ചില പ്രതിലോമ ചിന്താഗതിക്കാരുടെ സ്ഥാപനങ്ങളും ആശയങ്ങളും അവരുടെ പ്രബോധന രംഗങ്ങളും ഉയർന്നു വരികയാണ്. ഇനിയും നിശബ്ദമായിരിക്കുവാൻ ഒരു ഇസ്ലാമിക സേവകന് സാധ്യമല്ല. അങ്ങനെയാണ് 1997 ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇസ്ലാമിക വൈജ്ഞാനികതയുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ആധ്യാത്മിക സാരഥ്യത്തിൻ്റെയും എല്ലാം മുന്നോടിയായ സ്ഥാപന പ്രവർത്തന മേഖലയിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ടവർ ദർസ് തുടങ്ങിയ കാലം മുതൽ സ്ഥാപിച്ചെടുത്ത സ്വലാത്തിന്റെ മജ്ലിസിൽ ആയിരക്കണക്കിന് ആളുകൾ ആത്മീയതയുടെ നീരുറവ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വലാത്തിന്റെ മജ്ലിസിന്റെ മാസ്മരികതകൾ അന്യമായി നിന്ന ഒരുപാട് ആളുകൾ അവിടുത്തെ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് ഒരു മാസം വരുമ്പോഴാണ് അവരുടെ വേദനകളും നോവുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനോട്ടമുള്ള സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് ഇറക്കി വെക്കുന്നു. അടുത്ത മാസം വരുമ്പോഴേക്കതാ അവരുടെ വേദനകൾ മാറിയ സന്തോഷത്തോടെ സയ്യിദ് അവറുകളെ കാണുന്നു. അവിടുന്ന് ഒരു സ്വലാത്തിൽ പറയുന്നു, നമ്മുടെ ഇന്നാലിന്നയാൾ വേദനയായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, അടുത്ത സ്വലാത്തിൽ ഇവിടെ വന്ന് ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് ആശിക്കുന്നു. ബുഖാരി ദഅവാ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒളവട്ടൂരുണ്ടായിരുന്ന ഒരു പണ്ഡിത സഹോദരനെ ഒരു സ്വലാത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്തു, അല്ലാഹുവേ, അടുത്ത സ്വലാത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഈ വേദിയിൽ എത്തിച്ചു തരണം. ആ സ്വലാത്തിന് ബുഖാരിയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പങ്കെടുത്തു. അടുത്ത സ്വലാത്തിന് വരുമ്പോ ഒളവട്ടൂരുണ്ടായിരുന്ന ആ പണ്ഡിത സഹോദരൻ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മളെ അഭിസംബോധന ചെയ്തത്. ഇതുപോലെ ഒരുപാട് മാറ്റങ്ങളെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആത്മീയതയുടെ ചാലക ശക്തികളെ അടയാളപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അവിടുത്തെ സേവനത്തിന്റെയും ആത്മീയ ചാതുര്യത്തിന്റെയും മഹനീയമായ വഴികളിലൂടെ ലോകത്തെ മാടി വിളിച്ചു. അൽഹംദുലില്ലാഹ്, ചരിത്രം എൻ്റെ ദൗത്യ വഴിയിലൂടെ മുന്നേറുകയാണ്. കാലം എല്ലാത്തിനും മുമ്പിൽ കീഴുതുങ്ങി കൊടുക്കുകയാണ്. പണ്ഡിതന്മാരുടെ കാൽപാദങ്ങൾ ഉയരുമ്പോൾ കാലം തലകുനിച്ചതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ലോകം മുഴുവനും സുസ്മേരവദനരായി നോക്കി നിന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ചരിത്രത്തിന്റെ ഗതിമാറ്റമാണ് കേരളീയ ഇസ്ലാമിക ആത്മീയ മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങളിലൂടെ നമുക്ക് സാക്ഷിയാകേണ്ടി വരുന്നത്. വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാനുള്ള സാവധാനമില്ല. മഹാനായ സയ്യിദ് അവറുകളുടെ സേവന ഭൂമിയെക്കുറിച്ച് അറിയുകയും നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹാനുരാഗങ്ങളെ ആ സേവന വഴിയിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത് പങ്കാളിത്തത്തോടെ പങ്കുചേർന്ന് അവരുടെ പിന്നണിയായി സേവന വഴിയിൽ മുന്നോട്ട് പോകേണ്ട കാലം അധികരിച്ചിരിക്കുകയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സ്വലാത്തിന്റെ മജ്‌ലിസുകൾ ഓരോ മാസം കഴിയുമ്പോൾ നിസ്കാരപ്പള്ളിയിൽ നിന്ന് പുറത്തേക്ക്, ബിൽഡിങ്ങിന്റെ കോലായിൽ നിന്ന് മൈതാനിയിലേക്ക്, ആ മൈതാനിയിൽ നിന്ന് തൊട്ടടുത്തുള്ള പാടങ്ങൾ നികത്തിയ പറമ്പിലേക്ക്, അങ്ങനെ വിസ്തൃതമായ ഒരു സ്വലാത്തിന്റെ അനുരാഗത്തിന്റെ പ്രപഞ്ചമായി മാറുകയാണ്. പവിത്രമായ ഇസ്ലാമിക ദർശനത്തിന്റെ ആത്മീയ ഭാവത്തെ അറിയാതെ കിടന്ന ഒരു വരണ്ട ഭൂമിയിലേക്ക് മാനത്ത് നിന്ന് വെള്ളം വീഴുമ്പോൾ പച്ചിലകൾ അവിടുന്ന് കിളിർത്തുയരുന്നത് പോലെ ആത്മീയതയ്ക്ക് ദാരിദ്ര്യം അനുഭവിച്ചെന്ന ഹൃദയസ്ഥലികളിലേക്ക് ആത്മീയതയുടെ മഹനീയമായ വർഷം വഴിഞ്ഞൊഴുകുമ്പോൾ അതിൽ നിന്ന് മഹനീയമായ നാമ്പുകൾ ഉയർന്നു വരികയാണ്. ഇതുപോലെയാണ് മലപ്പുറത്തു സ്വലാത്തു നഗറിലേക്ക് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും അടുത്തുകൂടിയ ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ സയ്യിദ് അവറുകൾ തൊടുത്തിക്കൊടുത്ത നാമ്പ് പ്രവാചകാനുരാഗത്തിന്റെ നാളങ്ങളായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, അങ്ങനെ മഹാനായ സയ്യിദ് അവറുകളുടെ സേവന വഴിയിൽ, ആത്മീയതയുടെ വഴിയിലേക്ക് ലോകത്തെ മുഴുവനും മാടി വിളിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ ആവശ്യവും ഈ സമൂഹത്തിന്റെ വേദനയും എവിടെയൊക്കെയാണ് പരിഹരിക്കേണ്ടതെന്നും പര്യാലോചനയോടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കാൽപ്പാടുകൾ മുന്നോട്ട് പോയി. അങ്ങനെയാണ് അവിടുന്ന് ജീവിതത്തിന്റെ എല്ലാമായി കാണുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കൽ, ബഹുമാനപ്പെട്ട സയ്യിദുമാരുടെ വൈജ്ഞാനിക സേവനം, ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അവിടുന്ന് തുടക്കം കുറിച്ച് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ശരീഅത്ത് കോളേജ്, എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും എല്ലാം ഉണ്ടാകാം, ദിഷണാശാലികളും രാഷ്ട്രീയ മേലാളന്മാരും എല്ലാം ഉണ്ടാകാം. പക്ഷേ എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, അള്ളാഹുവിന്റെ നിയമം മനുഷ്യന്മാരനുസരിക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നിയമത്തെ അടയാളപ്പെടുത്തി കൊടുക്കാൻ യോഗ്യരായ പണ്ഡിതന്മാരുണ്ടാകണം. ആ പണ്ഡിതന്മാരെ എവിടെ നിന്നാണ് ലഭിക്കുക? ഇസ്ലാമിക ദർസീ രംഗത്തിലൂടെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലുസ് സുഫയിലൂടെ ലോകത്തിനു നൽകിയ മഹനീയമായ ദർസീ സമ്പ്രദായം. ആ ദർസീ സമ്പ്രദായത്തിന്റെ വ്യവസ്ഥാപിത രൂപമാകുന്ന ശരീഅത്ത് കോളേജ്, അൽഹംദുലില്ലാഹ്, നൂറുകണക്കിന് മഹാന്മാരായ യുവ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമ്മാനിക്കുകയും ഇപ്പോഴും നിരവധി പണ്ഡിതന്മാരെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മഅദിൻ ശരീഅത്ത് കോളേജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഫത്തിന്റെ അഹ്ലുകാരിൽ നിന്ന് തുടർന്നു വരുന്ന ഇസ്ലാമിക ആധ്യാത്മിക ജ്ഞാനത്തിന്റെ തുടർച്ചയും ആനുകാലികമായി അവതരിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ സേവനത്തിന്റെ അധ്യായവുമാണ്. ബഹുമാനപ്പെട്ട സാദാത്തുക്കളും പണ്ഡിതന്മാരും അതുപോലെ മഹാന്മാരായ പ്രവാചകന്മാരുടെ വഴികൾ ആനുകാലികതയുടെ ദാഹം അറിയുകയും പരിഹാരത്തിന്റെ നീരുറവകൾ കൊടുക്കുകയുമായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ആലോചിച്ചു, ഇങ്ങനെ ആത്മീയമായ വിജ്ഞാനം തികഞ്ഞ പണ്ഡിതന്മാരിവിടെ ആവശ്യമാണ്. അത് ശരീഅത്ത് കോളേജിലൂടെ കൃത്യമായി നിർവഹിക്കപ്പെടുന്നു. പക്ഷേ ആനുകാലികതയുടെ സ്വരമറിയുകയും സമകാലിക സമൂഹത്തിന്റെ സംവേദനങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ഭാഷയിൽ മതവിധികൾ പറയുകയും ചെയ്യുന്ന രണ്ട് വിദ്യാഭ്യാസവുമുള്ളൊരു വിഭാഗം ഇവിടെ ഉണ്ടാകണം. ബഹുമാനപ്പെട്ടവരുടെ ദിഷണ ഉയർന്നു. അവിടുത്തെ ദർസിൽ നിന്നുള്ള പണ്ഡിതന്മാർ ആനുകാലികതയുടെ ചുവരെഴുത്തുകൾ വായിക്കേണ്ടവരാണെന്ന് ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി. രാജ്യഭേദങ്ങൾക്കപ്പുറത്തേക്ക് പോയി ഇസ്ലാമിക ദഅവത്ത് നടത്താൻ യോഗ്യരായ പണ്ഡിതന്മാർ വേണം. കാലത്തിന്റെ നാളുകളിൽ കാലത്തിന്റെ ഗതികൾ മാറിയൊഴുകുമ്പോഴും ഇസ്ലാമിന്റെ വിധിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ യോഗ്യന്മാരായ ആളുകൾ വേണം. അങ്ങനെയാണ് മഅദിൻ ദഅവാ കോളേജ് എന്ന മഹത്തായ അധ്യായം തുടങ്ങുകയും അൽഹംദുലില്ലാഹ് ഇന്ന് നിരവധി സ്ഥലങ്ങളിലായി നൂറുകണക്കിന് ദഅവാ വിദ്യാർത്ഥികൾ മഅദിന്റെ തണലിൽ രണ്ട് വിദ്യാഭ്യാസവും നേടിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ശിക്ഷണത്തിൽ ആത്മീയമായ നിഷ്ഠയോടെയും ആധ്യാത്മിക വിജ്ഞാനത്തിന്റെ പരിചരണത്തിലും അതോടൊപ്പം ഒട്ടും കുറയാത്ത ഭൗതിക വിദ്യാഭ്യാസവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുകയും ഉന്നത കലാലയങ്ങളിലെ ഉന്നത ശീർഷ്യരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ വിജ്ഞാനപ്പടുക്കളുമായി ഉയരാൻ മഅദിനിന്റെ സന്താനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കേണ്ടത്, പള്ളി ദർസിലേക്ക് വിടുന്നവർക്ക് ലോകമൊന്നും ലഭിക്കില്ല എന്ന് വിചാരിക്കുന്നവരോട് ഒരു വെല്ലുവിളിയുടെ സ്വരമാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലും രാജ്യത്തിനപ്പുറവും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ ഉന്നത പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും മെഡിസിൻ പോലെയുള്ള പ്രൊഫഷണൽ മേഖലയിലേക്ക് ഈ സ്ഥാപനത്തിന്റെ മക്കൾ തൊപ്പിയും തലപ്പാവും
നിക്കാവുമണിഞ്ഞ് ഇവിടുന്ന് നേടിയെടുത്ത ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയിൽ എന്നാൽ എവിടെയും പോയാൽ പണയം വെക്കാത്ത ആത്മീയ നിഷ്ഠയുടെ തണലിൽ ഈ സ്ഥാപനത്തിന്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദഅ്വാ കോളേജ് എന്ന ആനുകാലിക ഇസ്ലാമിക ദഅ്വത്തിന് ആവശ്യമായ വൈജ്ഞാനിക സബരിയിലെ ഉന്നത സന്താനങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഈ സ്ഥാപനത്തിന് കീഴിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ നാനാദിക്കിലും ഒരുപാട് ആളുകൾ ഏറ്റെടുക്കാനുള്ള നിരവധി സംരംഭങ്ങളുണ്ട്. എന്നാൽ ആവശ്യമേതാണെന്ന് തിരിച്ചറിയുകയും ആവശ്യമായി അതിന് ഇടപെടുകയുമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ശൈലി. ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയെ വേണ്ടതുപോലെ പുഷ്പിപ്പിച്ചെടുക്കുമ്പോഴും പാവപ്പെട്ട അനാഥ മക്കൾ അവഗണിക്കപ്പെട്ടുകൂടാ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ തിരിച്ചറിഞ്ഞു. ബഹുമാനപ്പെട്ട പിതാവ് പറഞ്ഞുകൊടുത്ത ആത്മീയ പാഠങ്ങൾ അവിടുത്തെ മനസ്സിൽ പതഞ്ഞു പൊങ്ങിയിട്ടുണ്ടാകാം. എന്തിനേറെ പറയണം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനാഥത്വത്തിന്റെ ബാല്യത്തിലാണ് കടന്നുപോയതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. أحببت أمي أن يكون عليما علما يفوق القارئين يتيما. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യം അവിടുന്ന് അനാഥത്വത്തിന്റെ കയ്പുനീരുണ്ടായിരുന്നു. പക്ഷേ കഫാലത്ത് മാനലോകത്ത് നിന്ന് വരികയായിരുന്നു. അള്ളാഹുവിന്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ അനാഥത്വത്തിന്റെ അപകടങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്പർശിച്ചിട്ടില്ല. എന്നാലും യതീം എന്ന പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിനും വരികയാണ്. യതീമിന്റെ സ്വത്ത് സൂക്ഷിക്കണമെന്ന് ഖുർആൻ പറയുകയാണ്. അനവകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹകദാ. അനാഥനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ സമീപസ്ഥനാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവരുളുകളുടെ പൊരുളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അനാഥ മക്കളെ ഏറ്റെടുത്ത് 2 വിദ്യാഭ്യാസവും നൽകി ആവശ്യമായ ശിക്ഷണങ്ങളോടെ KG മുതൽ PG വരെയും അതിനപ്പുറവും അവർക്ക് പഠിക്കാൻ യോഗ്യരാണെങ്കിൽ ആവശ്യമായ വേദികൾ ഒരുക്കി കൊടുക്കാനാണ് മഅദിൻ അനാഥാലയം അനാഥരെ സംരക്ഷിക്കുവാനുള്ള സ്ഥാപന സംരംഭത്തിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കാലെടുത്ത് വെക്കുന്നത്. അപ്പോഴാണ് പുതിയൊരു മേഖലയുടെ പ്രഭാതം ഏറ്റെടുക്കേണ്ട ദൗത്യം കവാതിൽക്കൽ വന്ന് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അറിയുന്നത്. അനാഥാലയങ്ങൾ അനവധിയുണ്ട്. അതുപോലെ തന്നെ നിരവധി ദർസുകളും ദഅ്വാ കോളേജുകളും എല്ലാം ഉണ്ട്. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു സമൂഹം ആരുടെയും ശ്രദ്ധ തിരിയാതെ തീർത്തും അനാഥത്തെക്കാൾ അപ്പുറം വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ തിരിച്ചറിയുകയാണ്. ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്നവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, അന്ധരും ബധിരരും മൂകരുമായ ആളുകൾ, ബുദ്ധിമാന്യം സംഭവിച്ചവർ, അവരെ പരിചരണം കൊടുക്കാൻ ഇസ്ലാമിക് അറ്റ്മോസ്ഫിയറിൽ ഒരു സ്ഥാപനമില്ലാതെ നിൽക്കുകയാണ്. നമുക്ക് കാണാം ഈ ശലഭങ്ങളുടെ ഭംഗി, നമുക്ക് കാണാം മാനത്തെ അമ്പിളിയുടെ സൗന്ദര്യം, അതാ മിന്നിക്കളിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിന്റെ സൗന്ദര്യം നമുക്കറിയാം. മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട പിതാവിനെ നമുക്കറിയാം. നമുക്ക് താരല്യം നൽകുന്ന മാതാവിനോട് ചുംബനം കൊടുക്കാൻ, മുഖം കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഇതിന് നിയോഗം കിട്ടാത്ത പാവപ്പെട്ട അന്ധരായ മക്കളെ ഏറ്റെടുക്കുവാൻ ഇവിടെ ആരുമില്ല. അപ്പോഴാണ് കാരുണ്യത്തിന്റെ കരവലയങ്ങൾ, കാരുണ്യത്തിന്റെ നിറവർഷമായി അന്ധരായ മക്കളെ ഏറ്റെടുത്തുകൊണ്ട് പഠിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, ഈ സമുദായത്തിൽ നിന്ന് വ്യവസ്ഥാപിതമായ പുതിയൊരു കാൽവെപ്പായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നിർവഹിച്ചത്. പലരാരും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, കാണാൻ വയ്യാത്ത മക്കളെ സ്വന്തം വീട്ടിൽ പോലും വേണ്ടത്ര ശിക്ഷണം കിട്ടാതെ അവർ അവഗണിക്കപ്പെടുകയാണ്. അവർ അപകടത്തിൽ പെട്ടുപോകുമോ എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ പുറത്തേക്ക് വിടുന്നില്ല. അങ്ങനെ സങ്കുചിതമായ ലോകത്ത് ഇടുങ്ങിപ്പോവുകയാണവർ. അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്ത് പരിലാളന നൽകി അവരെ ചെറിയൊരു ലോകത്തേക്ക് പരിമിതപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ യാചകരായി സമൂഹത്തിന് ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ തീരുമാനിച്ചു, ഈ പാവപ്പെട്ട അന്ധരായ മക്കളെ ഏറ്റെടുത്തുകൊണ്ട് ആവശ്യമായ ശിക്ഷണം നൽകണം. ആരുടെയെങ്കിലും ഒരാളുടെ 2 കണ്ണുകൾ അല്ലാഹു തആല കാഴ്ച നൽകാതെ പരീക്ഷിച്ചാൽ അല്ലാഹു തആല അവന് സ്വർഗം നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴിയിലൂടെ അല്ലാഹുവിന്റെ പ്രഖ്യാപനത്തെ ഏറ്റുവാങ്ങിയ സയ്യിദ് അവറുകൾ ആലോചിച്ചു, അൽഹംദുലില്ലാഹ്, നിറഭേദങ്ങളെയും മൃദുഭേദങ്ങളെയും എല്ലാ
അനുഭവിക്കാൻ നമ്മുടെ നയനങ്ങൾക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ഏറ്റവും നല്ലൊരു കവാടം നമ്മുടെ കണ്ണാണ്. ആ കവാടം അടക്കപ്പെട്ട ഈ പാവപ്പെട്ട മക്കൾ ലോകത്തിനും ഭാവിക്കും ഭാരമാകാൻ പാടില്ല. അവിടുന്ന് ഏറ്റെടുത്തു. നിരവധി പാവപ്പെട്ട കണ്ണു കാണാത്ത പ്രിയപ്പെട്ട മക്കളെ ഒരാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ പ്രായത്തിലുമുള്ള എല്ലാവരെയും ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് പരിശുദ്ധമായ ഖുർആനിന്റെയും ഇസ്ലാമിന്റെ വെളിച്ചവും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ പരിസരത്തുള്ള എല്ലാ അന്ധരെയും വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമുള്ള ട്രാൻസ്പോർട്ടിംഗ് സൗകര്യവും ഭക്ഷണ സൗകര്യവും സഹായഹസ്തങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട് പ്രതിമാസ ബോധവൽക്കരണം അന്ധന്മാരായ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഈ സ്ഥാപനത്തിന്റെ തണലിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് എന്താണ് കാര്യം, സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുമോ എന്ന് ചിന്തിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ബിസിനസ് മെന്റാലിറ്റിയാണ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നൊരു കുട്ടി അവൻ നാളെ വളർന്നിട്ട് ഇതിന്റെ സേവകനായി മാറണം, അല്ലെങ്കിൽ കേവലം നമ്മുടെ ഇഷ്ടനായി മാറണം. അങ്ങനെ താൽക്കാലികമായ ലാഭക്കൊതിയല്ല. സയ്യിദ് അവറുകളോട് പലരും ചോദ്യമുന്നയിച്ചു, ഇങ്ങനെയുള്ള പാവപ്പെട്ട മക്കളെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അപ്പോഴാണ് ആത്മീയതയുടെ ഗിരിശൃംഗത്തിൽ നിന്ന് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിന്റെ ഹൃദയത്തിന്റെ ശകലങ്ങളെ ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞു, ഇവരെ ആരെയും ഞാൻ പോറ്റി വളർത്തുന്നത് കേവലം ഭൗതികമായ ലാഭത്തിന് വേണ്ടിയല്ല. അള്ളാഹുവിങ്കിൽ പ്രീതി കിട്ടി നാളെ ഇവരെല്ലാം സ്വർഗത്തിലേക്ക് നടന്നു പോകുമ്പോ അവർക്ക് സംരക്ഷണമോ സഹായമോ നൽകിയവരെ കൂടെ പിടിച്ചു കൊണ്ടുപോകുമ്പോ കടന്നു പോകാനാണ്. ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ് എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഒരു സമുദായമായി ഓരോ ഇമാമിങ്ങളും പോകുമ്പോൾ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്ന ഒരുപാട് അംഗങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം. സ്വർഗത്തിലേക്ക് സീറ്റ് റിസർവ് ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടാകണം. രണ്ട് കണ്ണിന്റെ കാഴ്ചയില്ലാതെ അള്ളാഹുവിന്റെ പരീക്ഷണം ഏറ്റുവാങ്ങിയവർ സ്വർഗത്തിലേക്ക് മുമ്പേ നടക്കുന്നവരാണ്. അതുപോലെ കേൾവിയില്ലാത്തവർ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ആനുകൂല്യം ലഭിക്കുന്നവരാണ്. മിണ്ടാൻ കഴിയാത്തവർ ഒരുപാട് അരുതായ്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാളുടെ നാവ് കൊണ്ട് അരുതായ്മ ചെയ്യില്ലെന്ന് ജാമ്യം ചെയ്താൽ, ഒരാളുടെ ഗോപ്യമായ ഭാഗം കൊണ്ട് ദുരന്തം വരുത്തില്ലെന്ന് ജാമ്യം ചെയ്താൽ, അളമനുലഹു ബിൽ ജന്ന, അവന് സ്വർഗം ഞാൻ ഗ്യാരണ്ടിയാണെന്ന് ലോകത്തിന്റെ നേതാവ് പുണ്യപ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് മുമ്പേ കടക്കുന്ന നല്ലവരായ ആളുകൾ അവർക്ക് പരിചരണം നൽകി അവര് കടന്നു പോകുമ്പോൾ ആത്മീയമായ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കണ്ണുകാണാത്തവർക്ക് പഠിക്കാനുള്ള സ്ഥാപനം ഉയർത്തിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങൾ ആ സ്ഥാപനം സന്ദർശിക്കുമ്പോൾ നമുക്ക് ഹൃദയഭേദകമായ രംഗമാണ് കാണാൻ കഴിയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ കാഴ്ചയുടെ അനുഗ്രഹത്തെ തിരിച്ചറിയുന്നത് അവിടെയാണ്. പക്ഷേ കാരുണ്യമുള്ള മനസ്സുകൾക്ക് കാലത്തിന്റെ പ്രാതികൂല്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നത് മഅദിനിന്റെ അന്ധവിദ്യാലയത്തിലേക്ക് ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ നമ്മളെ കണ്ടിട്ടില്ലാത്ത പൊന്നുമക്കളുടെ ഹൃദയത്തിൽ നിന്ന് വഅലൈക്കുമുസ്സലാം എന്നുയരുകയാണ്. അവർക്ക് ആ സലാമിന്റെ മഹനീയമായ വജസ്സ് പഠിപ്പിച്ചു കൊടുത്തത് ഈ സ്ഥാപനത്തിന്റെ ശിക്ഷണമാണ്. അവരോടൊന്ന് ചോദിക്കുക, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം കണ്ണുകൊണ്ട് നോക്കി വായിക്കാൻ നിയോഗം ലഭിച്ചവരാണ് നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും. ആ ഓമന മക്കളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഖുർആൻ ഒന്ന് ഓതാമോ? അൽഹംദുലില്ലാഹ്, മഅദിനിന്റെ മഹനീയമായ ശിക്ഷണത്തിൽ വളരുന്ന കണ്ണുകാണാൻ വയ്യാത്ത കൊച്ചുമക്കൾ പരിശുദ്ധമായ ഖുർആനിന്റെ മഹനീയമായ സൂക്തികളെ തജ്വീദിന്റെ നിയമം പോലും പാലിച്ചുകൊണ്ട് പാരായണം ചെയ്തു തരുമ്പോ ഈ ഒരു കർമ്മം മാത്രം മതി കാലത്തെ അതിജയിക്കുവാൻ, ഒരു ഗുരുവിനെ പാകപ്പെടുത്താനെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കൃത്യമായ ശിക്ഷണത്തിൽ വളർന്നു പോകുന്ന സ്ഥാപനത്തിലെ അന്ധവിദ്യാലയത്തിലെ പൊന്നുമക്കൾ അവർ വന്ന് സ്നേഹമിശ്രണമായ ഹൃദയഭേദകമായ കഥനങ്ങൾ ഇറക്കി വെക്കാനും ഞങ്ങളുടെ വേദനകൾ മുഴുവനും ഇറക്കി വെക്കാനുള്ളത് മദീനയിലെ മലർവാടിയിലാണ്. ഞങ്ങളുടെ മുഴുവനും അനുരാഗത്തിന്റെ നേതാവ് കിടക്കുന്നത് അവിടെയാണ്. ഞാൻ ആ ചെറിയ അന്ധനായ
സുന്ദരനായ കൊച്ചുകുട്ടിയുടെ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന വിചാരം നിങ്ങളോട് പകർത്താൻ കഴിയില്ല. കാരണം അവരെ കൊണ്ട് പാട്ട് പാടിച്ചു എന്നതല്ല, ഖുർആൻ ഓദിച്ചു എന്നതല്ല. നിർമ്മലമായ കുഞ്ഞു മനസ്സിലേക്ക് മോനെ മടങ്ങേണ്ടത് മദീനയിലേക്കാണ്. അൽഹംദുലില്ലാഹ്, ആവശ്യമായ സ്ഥാപന സമുച്ചയത്തോടെ നിരവധി ആളുകൾക്ക് തണൽ നൽകുവാൻ മഅദിനിന്റെ അന്ധവിദ്യാലയത്തിന് സാധിക്കട്ടെ എന്ന് അവസരോചിതമായി ഈ പുണ്യമേറിയ രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്.